ഹായ്, നമുക്കറിയാം NCT എക്സാമിന് പല സബ്ജക്റ്റുകളും നമ്മളുടെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ സൈക്കോളജിയുടെ ഡൊമൈൻ സബ്ജക്റ്റായ സൈക്കോളജിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്റ്റുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പലപ്പോഴും സൈക്കോളജി ഒരു പ്രയാസമേറിയ ഭാഗമായിട്ട് തോന്നുമെങ്കിലും നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഏകദേശം ക്വസ്റ്റ്യൻ വരുന്ന ഭാഗങ്ങൾ, ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ, അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്കത് ലഭിക്കും, ഫ്രീ ആയിട്ട് ലഭിക്കും. തീർച്ചയായും ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നിങ്ങൾ നോക്കൂ, ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. If individuals use past experiences creatively to solve novel problems, then they are high on. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു വ്യക്തി തൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസിനെ എന്ത് ചെയ്യുന്നു? നോവൽ പ്രോബ്ലംസ്, പുതിയതായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി യൂസ് ചെയ്യാണ്, ക്രിയേറ്റീവ്ലി യൂസ് ചെയ്യാണ്. അതൊരു വേർഡ് ശ്രദ്ധിക്കണം കേട്ടോ. ക്രിയേറ്റീവ്ലി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? തൻ്റെ എക്സ്പീരിയൻസ് അദ്ദേഹം യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് ഏത് തരം ഇൻ്റലിജൻസ് എന്നാണ് പറയുക? അപ്പോൾ എക്സാമ്പിൾ ഇവിടുത്തെ ഓപ്ഷൻ നോക്കൂ. കോമ്പണൻഷ്യൽ ഇൻ്റലിജൻസ്, അനലിറ്റിക്കൽ ഇൻ്റലിജൻസ്, എക്സ്പീരിയൻഷ്യൽ ഇൻ്റലിജൻസ്, കോണ്ടക്സ്റ്റൽ ഇൻ്റലിജൻസ്. കൃത്യമായിട്ട് നമുക്കറിയാം ഇത് ഇൻ്റലിജൻസിൻ്റെ ഏത് തിയറിയാണ്? നമുക്കറിയാം സ്റ്റേൺബർഗിൻ്റെ ട്രയാർക്കിക് തിയറിയാണ്. അപ്പോൾ അതിൽ പാസ്റ്റ് എക്സ്പീരിയൻസ് നോവലായിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ക്രിയേറ്റീവ്ലി യൂസ് ചെയ്യുകയാണെങ്കിൽ അത്തരം ഇൻ്റലിജൻസിന് പറയുന്ന പേരാണ് എക്സ്പീരിയൻഷ്യൽ ഇൻ്റലിജൻസ്. നമുക്ക് അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ സ്റ്റേൺബർഗിൻ്റെ തിയറിയിൽ ഫസ്റ്റത്തെ കോമ്പണൻഷ്യൽ കോമ്പണൻഷ്യൽ ഓർ അനലിറ്റിക്കൽ ഇൻ്റലിജൻസ് അതെന്തിന് യൂസ് ചെയ്യുന്നു നോക്കിയാൽ, അനലിറ്റിക്കൽ എന്ന് പറയും കേട്ടോ, അല്ലെങ്കിൽ കോമ്പണൻഷ്യൽ. ഒന്ന് അനലിറ്റിക്കൽ ആയ കാര്യങ്ങൾക്ക്, അതുപോലെ കമ്പയർ ചെയ്യാൻ, താരതമ്യം ചെയ്യാൻ ആ ബുദ്ധിയാണ് യൂസ് ചെയ്യുക. ഇവാലുവേറ്റ് ചെയ്യാൻ, അനലൈസ് ചെയ്യാൻ, വിശകലനം ചെയ്യുക, അതുപോലെ തന്നെ ഇവാലുവേഷൻ നടത്തുക തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ അവരുടെ കോമ്പണൻഷ്യൽ ഇൻ്റലിജൻസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നാണ് സ്റ്റേൺബർഗ് പറയുന്നത്. എന്നാൽ ഒരാൾക്ക് എക്സ്പീരിയൻഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇൻസൈറ്റ്, അതുപോലെ സിന്തസിസ്, അഡാപ്റ്റിങ് ഇൻ യുണീക്ക് സിറ്റുവേഷൻ. എന്താ പറയുന്നത്? യുണീക്ക് സിറ്റുവേഷൻ, ഒരു യുണീക്കായ സിറ്റുവേഷനിൽ ഇൻസൈറ്റ്, അല്ലെങ്കിൽ ഉൾക്കാഴ്ചകൾ ഉണ്ടാവുന്നു. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ളല്ലേ. മാത്രമല്ല സിന്തസിസ്, അനാലിസിസ് പോലെ തന്നെ സിന്തസൈസ് ചെയ്യുക, അല്ലേ? വിശകലനത്തിൽ പോലെ തന്നെ അതിനെ സിന്തസൈസ് ചെയ്യാൻ ആ ബുദ്ധിയാണ് യൂസ് ചെയ്യുക. ഏത്? എക്സ്പീരിയൻഷ്യൽ. അതുപോലെ അഡാപ്റ്റ് ചെയ്യുക, പുതിയ പുതിയ കാര്യങ്ങളിൽ അഡാപ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഇത് നമുക്ക് എന്ത് പറയാം? എക്സ്പീരിയൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയാം. മൂന്നാമത്തതാണ് കോണ്ടക്സ്റ്റൽ ഇൻ്റലിജൻസ്. സ്ട്രീറ്റ് വൈസ് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ സ്ട്രീറ്റ് സ്മാർട്ട് ഇൻ്റലിജൻസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? കോണ്ടക്സ്റ്റൽ ഇൻ്റലിജൻസ് ആണ്. ഡീലിംഗ് വിത്ത് എവറി ഡേ ടാസ്ക്. അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. എവറി ഡേ ടാസ്ക് അതുമായി ഡീൽ ചെയ്യുന്നത് അവരുടെ കോണ്ടക്സ്റ്റൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻസ് CTET എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എക്സ്പീരിയൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് ഇൻ്റലിജൻസ് ഈസ്. അപ്പോൾ ഇൻ്റലിജൻസിൻ്റെ എക്സ്പീരിയൻഷ്യൽ എലമെൻറ്റ് അനലിറ്റിക് ആണോ, കോമ്പണൻഷ്യൽ ആണോ, പ്രാക്ടിക്കൽ ആണോ, ക്രിയേറ്റീവ് ആണോ? ഏതായിരിക്കും? അനലിറ്റിക് ആണോ, കോമ്പണൻഷ്യൽ ആണോ, പ്രാക്ടിക്കൽ ആണോ, ക്രിയേറ്റീവ് ആണോ? അപ്പോൾ നമുക്കെന്ത് പറയാം? അത് ക്രിയേറ്റീവ്. നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടില്ലേ നിങ്ങൾ ക്രിയേറ്റീവ് എന്നുള്ളത്? അപ്പോൾ ആൻസർ തീർച്ചയായും ഏതാണ്? ക്രിയേറ്റീവ് എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ക്രിയേറ്റീവ് കേട്ടോ. ഓപ്ഷൻ 4 ആണ് കറക്റ്റ്. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. അതുപോലെ തന്നെ ചോദിച്ച ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു ട്രയാർക്കിക് തിയറി ഓഫ് ഇൻ്റലിജൻസ് കംസ് ഇൻ അനലിറ്റിക്, ക്രിയേറ്റീവ് ആൻഡ് പ്രാക്ടിക്കൽ ഫോംസ്. ദിസ് തിയറി ഓഫ് ഇൻ്റലിജൻസ് ഈസ് ഡെവലപ്ഡ് ബൈ. ആരാണ് ഇത് ഡെവലപ്പ് ചെയ്തത്? ഹവാർഡ് ഗാർഡ്നർ, റോബർട്ട് ജെ സ്റ്റേൺബർഗ്, LL തോണ്ടൈക്ക്, EL തോണ്ടൈക്ക്. അപ്പോൾ ആരാണിത്? റോബർട്ട് ജെ സ്റ്റേൺബർഗ്, അല്ലേ? ട്രയാർക്കിക് തിയറി. 3 ക്വസ്റ്റ്യന് ഏകദേശം ഇതിൻ്റെ ഒരു ധാരണ കിട്ടിയില്ലേ? നിങ്ങൾ അതിൻ്റെ മറ്റൊരു കൺസെപ്റ്റ്, അതായത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒന്ന് മെറ്റാ കമ്പോണൻസ്, പെർഫോമൻസ്, നോളജ് അക്വിസിഷൻ. നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. മെറ്റാ കമ്പോണൻസ് ആർ ദ എക്സിക്യൂട്ടീവ് പാർട്ട് ദാറ്റ് കൺട്രോൾ ദ അതർ 2 കമ്പോണൻസ്. ഇതിൻ്റെ മറ്റു കമ്പോണൻസിനെ കൺട്രോൾ ചെയ്യുന്ന ഭാഗത്തിനാണ് നമ്മൾ മെറ്റാ കമ്പോണൻറ്റ് എന്ന് പറയാം. ദേ കൺട്രോൾ ആൻഡ് മോണിറ്റർ കോഗ്നിറ്റീവ് പ്രോസസ്സിങ്. ഒരാളുടെ കോഗ്നിറ്റീവ് പ്രോസസ്സിങ്ങിനെ മോണിറ്റർ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും മെറ്റാ കമ്പോണൻസ് ആണ്. അത് എവിടെയാണുള്ളത്?
അത് കോമ്പണൻഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമാണ്. ദേ ടെൽ ദ പെർഫോമൻസ് കോമ്പണൻസ് ഓഫ് വാട്ട് ടു ഡു. ഓക്കെ, പെർഫോമൻസ് കോമ്പണൻസിനോട് എന്ത് ചെയ്യണമെന്ന് പറയുന്നത് ആരാണ്? മെറ്റാ കോമ്പണൻസ് ആണ്. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെക്കുക, ഇതിൻ്റെ ഭാഗമാണ് മെറ്റാ കോമ്പണൻസ്. നെക്സ്റ്റ് വൺ, പെർഫോമൻസ് കോമ്പണൻസ്. മറ്റൊരു കോമ്പണൻ്റ് ആണ് പെർഫോമൻസ്. ഹെൽപ്പ് ഇൻ പെർഫോമിങ് എ ടാസ്ക് ഓർ സോൾവിങ് പ്രോബ്ലം. ഒരു ടാസ്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനോ ഹെൽപ്പ് ചെയ്യുന്നത് പെർഫോമൻസ് കോമ്പണൻസ്. ദസ് ഇറ്റ് യൂസസ് അറ്റൻഷൻ, കോഡിങ്, മെമ്മറി, ശ്രദ്ധ, കോഡ് ചെയ്യുക, മെമ്മറി, ഓർമ്മ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സഹായിക്കുന്നത് പെർഫോമൻസ് കോമ്പണൻസ് ആണ് കേട്ടോ. അത് യൂസ് ചെയ്യുന്നു. നോളജ് അക്വിസിഷൻ കോമ്പണൻറ്റ്. മറ്റൊന്നാണ് വിജ്ഞാനം ആർജനം, അക്വിസിഷൻ ചെയ്യുന്ന കോമ്പണൻസ്. ഹെൽപ്പ് ഇൻ അക്വയറിങ് നോളജ് ആൻഡ് യൂസ് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഫോർ ഇൻ. ഒരു നോളജ് അക്വയർ ചെയ്യുക, അതിനുവേണ്ടി ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നതിനൊക്കെ സഹായിക്കുന്നത്. അപ്പോൾ 3 കോമ്പണൻസ് ആണ്. ഒന്ന് മെറ്റാ കോമ്പണൻസ്, പെർഫോമൻസ് കോമ്പണൻസ്, നോളജ് അക്വിസിഷൻ കോമ്പണൻസ്. ഈ 3 കാര്യങ്ങൾ അടങ്ങിയത് കോമ്പണൻഷ്യൽ ഇൻ്റലിജൻസിലാണ്. രണ്ടാമത്തെ കാര്യം എക്സ്പീരിയൻഷ്യൽ. നമ്മൾ നേരത്തെ പറഞ്ഞു അതിൻ്റെ 2 ഘടകമാണ്. ഒന്ന് നോവൽറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നോവൽറ്റി. രണ്ടാമത്തെ കാര്യം ഓട്ടോമേഷൻ. അപ്പോൾ എന്താണ് ഓട്ടോമേഷൻ? മീൻ സം ആസ്പെക്ട്സ് ഓഫ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ആർ ഓട്ടോമേറ്റഡ്. അല്ലേ, സ്വയമായിരിക്കും. ദേ ഡു നോട്ട് റിക്വയർ മച്ച് അറ്റൻഷൻ, വേണ്ട എഫോർട്ട് അല്ലെങ്കിൽ എനർജി വേണ്ട, പ്രത്യേക എനർജിയോ എഫോർട്ട് അറ്റൻഷൻ വേണ്ടാത്ത ഓട്ടോമേഷൻ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ദേ ക്യാൻ റൺ പാരലൽ ടു അതർ പ്രോസസ്. മറ്റ് പ്രക്രിയകൾ നടക്കുമ്പോൾ തന്നെ സമാന്തരമായിട്ട് നടക്കുന്നതാണ് എന്ത്? ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ. അതുപോലെ നോവൽറ്റി നമ്മൾ പറയുന്നില്ലേ, ദിസ് എനാബിൾസ് ദ ഇൻഡിവിജ്വൽ ടു യൂസ് കോഗ്നിറ്റീവ് റിസോഴ്സ് ഫോർ കമ്മിങ് അപ്പ് വിത്ത് നോവൽ. രണ്ടാമത് പറഞ്ഞ നോവൽറ്റി എന്നുള്ളത് എന്ത് ചെയ്യുന്നു? എനാബിൾ ദ ഇൻഡിവിജ്വൽ ടു യൂസ് കോഗ്നിറ്റീവ് റിസോഴ്സ്. നമ്മൾ കോഗ്നിറ്റീവ് ആയിട്ടുള്ള റിസോഴ്സുകളെ എന്തിന് യൂസ് ചെയ്യാം? ഫോർ കമ്മിങ് അപ്പ് വിത്ത് നോവൽ ഓർ ന്യൂ ഐഡിയാസ്, പുതിയ ഐഡിയാസും അതുപോലെ നോവൽ എന്ന് പറഞ്ഞാലും പുതുതായ കാര്യങ്ങൾ കേട്ടോ, അത് കൊണ്ടുവരുന്ന അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉണ്ടാവുന്നതിന് സഹായിക്കുന്നതാണ് എന്ത്? നോവൽറ്റി എന്നുള്ള കൺസെപ്റ്റ്. സോ ഇത് എക്സ്പീരിയൻഷ്യലിൻ്റെ ഭാഗമാണ്. മൂന്നാമത്തേത് കോണ്ടക്സ്റ്റൽ. ഇറ്റ് റെഫേഴ്സ് ടു ദ എബിലിറ്റി ടു യൂസ് ഇൻഫർമേഷൻ ടു ഫങ്ഷൻ എഫക്റ്റീവ്ലി ഇൻ ലൈഫിൽ കാര്യങ്ങളൊക്കെ എഫക്റ്റീവായി ചെയ്യാൻ വേണ്ടിയാണ് കോണ്ടക്സ്റ്റൽ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്ട്രീറ്റ് സ്മാർട്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്ട്രീറ്റ് സ്മാർട്ട് അല്ലെ സ്ട്രീറ്റ് വൈസ് ഇൻ്റലിജൻസ് എന്നറിയപ്പെടുന്നു. ഓർ ബീങ് ഹൈ ഓൺ കോമൺ സെൻസ്. അല്ലേ, കോമൺ സെൻസ് എന്ന് പറയാറില്ലേ? കോമൺ സെൻസ് ഉണ്ടോയെന്ന് ചോദിക്കാറില്ലേ? അപ്പോൾ അതിന് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കോണ്ടക്സ്റ്റൽ ഇൻ്റലിജൻസ്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഡീൽ വിത്ത് എവരിഡേ സിറ്റുവേഷൻ ആൻഡ് ഇവൻറ്റ്സ് സക്സസ്ഫുള്ളി. നമ്മുടെ എവരിഡേ സിറ്റുവേഷൻസ് സക്സസ്ഫുൾ ആയിട്ട് ഡീൽ ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് കോണ്ടക്സ്റ്റൽ ഇൻ്റലിജൻസ്. നമ്മളൊരു ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് കാര്യങ്ങളും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ PYQ ആണ് കേട്ടോ. നോക്കൂ, ആസ് പെർ ഇൻ്റഗ്രൽ ഇൻ്റലിജൻസിൽ നിന്ന് മറ്റൊരു ക്വസ്റ്റ്യനും കൂടി ചോദിച്ചിട്ടുണ്ട്. ഇൻ്റഗ്രൽ ഇൻ്റലിജൻസിൻ്റെ കൺസെപ്റ്റ് പ്രകാരം ആസ്പെക്ട്സ് ലൈക്ക് സെൽഫ് റെഗുലേഷൻ, സെൽഫ് കൺട്രോളിങ്, സെൽഫ് മോണിറ്ററിങ് ഓഫ് ഇമോഷൻസിൻ്റെ സ്വയം മോണിറ്റർ ചെയ്യുക, ഗുഡ് കണ്ടക്ട് ആൻഡ് സെൽഫ് ഇവാലുവേഷൻ, സ്വയം തന്നെ ഇവാലുവേറ്റ് ചെയ്യുക, ആർ പാർട്ട് ഓഫ് എന്തിൻ്റെ ഭാഗമാണ്? കോഗ്നിറ്റീവ് കപ്പാസിറ്റി, സോഷ്യൽ കോമ്പിറ്റൻസ്, എൻ്റർപ്രന്യൂറിയൽ കോമ്പിറ്റൻസ് ആൻഡ് ഇമോഷണൽ കോമ്പിറ്റൻസ്. ഈ കാര്യങ്ങൾ സെൽഫ് റെഗുലേഷൻ, സെൽഫ് മോണിറ്ററിങ് ഓഫ് ഇമോഷൻ, ഗുഡ് കണ്ടക്ട് ആൻഡ് സെൽഫ് ഇവാലുവേഷൻ, ഇതൊക്കെ ഇൻ്റഗ്രൽ ഇൻ്റലിജൻസിൻ്റെ ഇത് പ്രകാരം ആസ്പെക്റ്റ് പ്രകാരം ഇത് എന്താണ്? ഇത്തരം കാര്യങ്ങൾ എന്തിൻ്റെ ഭാഗമാണ്? ഇമോഷണൽ കോമ്പിറ്റൻസിൻ്റെ ഭാഗമാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇമോഷണൽ കോമ്പിറ്റൻസ്. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ നിങ്ങൾ നോക്കൂ, കോഗ്നിറ്റീവ് കപ്പാസിറ്റി ഉണ്ട്, സോഷ്യൽ കോമ്പിറ്റൻസ് ഉണ്ട്, എൻ്റർപ്രന്യൂറിയൽ കോമ്പിറ്റൻസ് തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അതൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതിൽ നോക്കൂ, 4 കോമ്പിറ്റൻസീസ് ഓഫ് ഇൻ്റലിജൻസ് ഇൻ ദ ഇന്ത്യൻ ട്രഡീഷൻ. അപ്പോൾ വെസ്റ്റേൺ ട്രഡീഷനും അതുപോലെ ഇന്ത്യൻ ട്രഡീഷനിലും ഇൻ്റലിജൻസിനെ കുറിച്ചുള്ള കൺസെപ്റ്റിൽ 4 കോമ്പിറ്റൻസ് ഉണ്ട് ഇന്ത്യൻ ട്രഡീഷൻ പ്രകാരം. ഒന്ന് കോഗ്നിറ്റീവ് കപ്പാസിറ്റി. കോഗ്നിറ്റീവ് കപ്പാസിറ്റി എന്നാൽ സെൻസിറ്റിവിറ്റി ടു കോണ്ടെക്സ്റ്റ്, ഒരു സന്ദർഭത്തോട് സെൻസിറ്റീവായിട്ടുള്ള പ്രവർത്തനം. അണ്ടർസ്റ്റാൻഡിങ്, ഡിസ്ക്രിമിനേഷൻ, പ്രോബ്ലം സോൾവിങ് ആൻഡ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ ഉൾക്കൊള്ളുന്നതിനാണ് നമ്മൾ കോഗ്നിറ്റീവ് കപ്പാസിറ്റി എന്ന് പറയാം. അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ഡിസ്ക്രിമിനേഷൻ, അതുപോലെ പ്രോബ്ലം സോൾവിങ്, പ്രധാന അല്ലേ ഹയർ ഓർഡർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം കോഗ്നിറ്റീവ് കോമ്പിറ്റൻസി അല്ലെ കപ്പാസിറ്റിയിൽ പെടും. എൻ്റർപ്രന്യൂറിയൽ കോമ്പിറ്റൻസിൽ വരുന്നതാണ്
കമ്മിറ്റ്മെൻറ്റ് അല്ലെ, ആളുകളോടുള്ള സോഷ്യലായിട്ടുള്ള കുറേ ഘടകങ്ങൾ ഇന്ത്യൻ ട്രഡീഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വെസ്റ്റേൺ ട്രഡീഷനും ഇന്ത്യൻ ട്രഡീഷനിലും തമ്മിലുള്ള വ്യത്യാസമാണ്. കുറച്ച് സോഷ്യലായിട്ടുള്ള കാര്യങ്ങളും കൂടി ഇൻക്ലൂഡഡ് ആണ് ആ ഇന്ത്യൻ ട്രഡീഷൻ പ്രകാരമുള്ള ഇൻ്റലിജൻസിൽ. അതുകൊണ്ട് തന്നെ എൻ്റർപ്രിന്യോറിയൽ കോമ്പിറ്റൻസിൽ കമ്മിറ്റ്മെൻറ്റ്, പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുക എന്ന് പറയുക, സ്ഥിരത, പേഷ്യൻസ്, ക്ഷമ, ഹാർഡ് വർക്ക്, വിജിലൻസ് ആൻഡ് ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയേഴ്സ് അല്ലേ, ലക്ഷ്യപൂർത്തീകരണത്തിലേക്കുള്ള ബിഹേവിയറുകളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് എന്ത് എൻ്റർപ്രിന്യോറിയൽ കോമ്പിറ്റൻസീസ്. അതുപോലെ നെക്സ്റ്റ് വൺ അതിൽ പറഞ്ഞ മറ്റൊന്നായിരുന്നു എന്ത് സോഷ്യൽ കോമ്പിറ്റൻസ്. അതിൽ പറഞ്ഞ റെസ്പെക്ട് ഫോർ സോഷ്യൽ ഓർഡർ, കമ്മിറ്റ്മെൻറ്റ് ടു എൽഡേഴ്സ്, ദ യങ് ആൻഡ് ദ നീഡി, കൺസേൺ അബൌട്ട് അതേഴ്സ്, ഇത് അല്ലേ കമ്മിറ്റ്മെൻറ്റ് ടു എൽഡേഴ്സ്, ദ യങ് ആൻഡ് ദ നീഡി. പിന്നെ കൺസേൺ അബൌട്ട് അതേഴ്സ്, മറ്റവരെ കുറിച്ചുള്ള കൺസേൺ, റെക്കഗ്നൈസിങ് അതേഴ്സ് പേഴ്സ്പെക്റ്റീവ്, മറ്റുള്ളവരുടെ പേഴ്സ്പെക്റ്റീവിനെ റെക്കഗ്നൈസ് ചെയ്യുക, റെക്കഗ്നൈസിങ് അതേഴ്സ് പേഴ്സ്പെക്റ്റീവ്. ഇതൊക്കെ ഉൾക്കൊള്ളുന്നതിനാണ് സോഷ്യൽ കോമ്പിറ്റൻസ്. ടെക്സ്റ്റിലുള്ളതാണ് കേട്ടോ ഇത്, അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു പോകണം ഈ കാര്യം. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ NCERT കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്. ഇൻ ദ ഹയറാർക്കിയൽ മോഡൽ ഓഫ് ഇൻ്റലിജൻസ്, ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഹയറാർക്കിയൽ മോഡൽ ഓഫ് ഇൻ്റലിജൻസ് ലെവൽ 1 ഈസ് അസോസിയേറ്റ് ലേണിംഗ് വിച്ച് മീൻസ്. അപ്പം ഈ ഹയറാർക്കിയൽ മോഡൽ ഓഫ് ഇൻ്റലിജൻസിൽ ലെവൽ 1 ഈസ് അസോസിയേറ്റ് ലേണിംഗ്. അപ്പോൾ അസോസിയേറ്റ് ലേണിങ്ങുമായി ബന്ധപ്പെട്ടതാണ് ലെവൽ 1. അപ്പോൾ ഇത് അതിൻ്റെ അർത്ഥം എന്താണ്? അസോസിയേറ്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ വെൻ വൺ സെറ്റ് ഓഫ് എബിലിറ്റീസ് ആർ യൂസ്ഡ് ഫോർ സോൾവിങ് ഓൾ പ്രോബ്ലം, ഒരു സെറ്റ് കഴിവുകൾ എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അല്ലേ, അപ്പോഴാണോ നമ്മൾ അസോസിയേറ്റ് ലേണിംഗ് എന്ന് പറയാം. അല്ലെ ഔട്ട്പുട്ട് ഈസ് മോർ ഓർ ലെസ് സിമിലർ ടു ഇൻപുട്ട്, ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു മോർ ഓർ ലെസ് സിമിലർ ടു ഇൻപുട്ട്, ഇൻപുട്ടിനോട് സിമിലർ ആവുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു മോർ ആവുന്നു അല്ലെങ്കിൽ രണ്ടും പറയാം. അതിൽ ഹയർ ഓർഡർ സ്കിൽസ് ആർ യൂസ്ഡ് ടു ട്രാൻസ്ഫോം ഇൻപുട്ട് ഇൻ ടു എഫക്റ്റീവ് ഔട്ട്പുട്ട്, ഹയർ ഓർഡർ സ്കില്ലുകൾ എന്ത് ചെയ്യുന്നു എഫക്റ്റീവ് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. വെൻ ഇൻപുട്ട് ഈസ് ഫാർ മോർ ദാൻ ദ ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ഇൻപുട്ട് എന്ത് ചെയ്യുന്നു മോർ ദാൻ ഔട്ട്പുട്ട്, ഔട്ട്പുട്ട് എങ്ങനെ മോർ ദാൻ ആവുന്നു. അപ്പോൾ ഏതാണ് ഇവിടെ ആൻസർ വരുന്നത്? ഇവിടെ കൃത്യമായ ആൻസർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഈസ് മോർ ഓർ ലെസ് സിമിലർ ടു ഇൻപുട്ട്, ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു മോർ ഓർ ലെസ് സിമിലർ ടു ഇൻപുട്ട്, കൊടുത്ത ഇൻപുട്ടിനേക്കാൾ എന്ത് ചെയ്യുന്നു സിമിലർ ആയി മാറുന്നതാണ് എന്ത് പറയാ അസോസിയേറ്റീവ് ലേണിംഗ്. ഇതിൽ മറ്റൊരു കൺസെപ്റ്റ് ഉണ്ട്. ലെവൽ 1 പറഞ്ഞില്ലേ, ലെവൽ 2 എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അവിടെ എന്താ സംഭവിക്കുന്നത്? ഹയർ ഓർഡർ, ഇതാണ് 3 ഓപ്ഷൻ 3 വരിക. ഹയർ ഓർഡർ സ്കിൽ ആർ യൂസ്ഡ് ടു ട്രാൻസ്ഫോം ഇൻപുട്ട് ഇൻ ടു എഫക്റ്റീവ് ഔട്ട്പുട്ട്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ ഒരു എഫക്റ്റീവ് ഔട്ട്പുട്ടിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ലെവൽ 2 ഇൻ്റലിജൻസ് ആണ്. പക്ഷേ ലെവൽ 1 ഇൻ്റലിജൻസ് ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ആർതർ ജെൻസൺ പ്രൊപ്പോസ് ചെയ്ത ഹയറാർക്കിയൽ മോഡൽ ഓഫ് ഇൻ്റലിജൻസിൽ പറയുന്നതാണ് ലെവൽ 1ഉം ലെവൽ 2. ഈ ലെവൽ 1 ആണ് എന്ത് അസോസിയേറ്റീവ് ലേണിംഗ് ഇൻ വിച്ച് ഔട്ട്പുട്ട് ഈസ് മോർ ഓർ ലെസ് സിമിലർ ടു ദ ഇൻപുട്ട്. ഉദാഹരണത്തിന് റോട്ട് ലേണിംഗ് ആൻഡ് മെമ്മറി. നമുക്കറിയാം റോട്ട് ലേണിംഗ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടല്ലോ, കാണാപ്പാട് അതുപോലെ പഠിക്കുക. അവിടെ എന്ത് ചെയ്യുന്നു കൊടുക്കുന്ന ഇൻപുട്ട് പോലെ തന്നെയാണ് ഔട്ട്പുട്ട് വരുന്നത്. എന്നാൽ ലെവൽ 2ൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ലെവൽ 2ൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ എന്ത് ചെയ്യുന്നു ഈ ഇൻപുട്ടിനെ എന്ത് ചെയ്യുന്നു എങ്ങോട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നു? ട്രാൻസ്ഫോം ടു എഫക്റ്റീവ് ഔട്ട്പുട്ട്. ഇതാണ് എന്ത് ലെവൽ 2. ഓക്കെ, ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മറ്റുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ഹിയർ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കോൺടാക്റ്റ് നമ്പർ ഉണ്ട്, നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ മെറ്റീരിയൽസിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് വൈൻഡ് അപ്പ് ഹിയർ. താങ്ക് യു.